ടോപ്പ് വേരിയൻറ്റിലാണെങ്കിൽ പോലും ഇവിടെ LED ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് അവൈലബിൾ അല്ല. നല്ലൊരു കാര്യമാണ്, അതായത് കിടിലൻ കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ ചാർജിങ് പാഡ് പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിങ്ങനെ ഊരിയെടുക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. ക്ലോസ് സൺറൂഫ്. അടിപൊളിയല്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കുറ്റം പറയണമല്ലോ, കാരണം ഒന്ന് കിട്ടുമ്പോൾ അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, അതായത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ഗുണം, ഞാൻ ഈ വാഹനത്തിൻ്റെ സൺറൂഫ് അടയ്ക്കാൻ മറന്നുപോയി. ഞാൻ ഈ താക്കോലുമായിട്ട് ഇറങ്ങി ഡോർ അടച്ചു, ഞാൻ ഈ വാഹനം ലോക്ക് ചെയ്യാണ്. നോക്കണം. ഇപ്പം നിങ്ങൾ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും വാഹനത്തിൽ ഏറ്റവും അധികം വേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം. പക്ഷേ ഇപ്പം കംഫർട്ട് മാത്രം പോരാ, സേഫ്റ്റിയൊക്കെ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സേഫ്റ്റി വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ സേഫ്റ്റിയൊക്കെ ഏറ്റവും അധികം കൺസേൺ ആയിട്ട് നോക്കുന്ന പുതിയ എക്സ്ട്രോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എക്സ്ട്രോ ഒരു കുഞ്ഞൻ വാഹനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവനൊരു ചെറിയ വാഹനമല്ല. ഇതൊരു SUV ആണോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു SUV അല്ല, ഇതൊരു മൈക്രോ SUV ആണ്. പക്ഷേ ഈ വലിയൊരു വാഹനത്തിന് വലിയൊരു പ്രൈസ് കൊടുക്കേണ്ടി വരുമോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇല്ല, ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ കുറേയേറെ സേഫ്റ്റി ഹൈലൈറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കൊണ്ടുണ്ട്. ഡാഷ് ക്യാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വാഹനം. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വിത്ത് ടെക്നിക്കൽ സൈഡും കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ചെറിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് തോന്നിക്കുമെങ്കിൽ പോലും ഇത് ഹെഡ്ലൈറ്റ് യൂണിറ്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു DRL+ ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതായത് ഒരു ഷേപ്പ്ഡ് DRLാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിനകത്ത് ഇൻഡിക്കേറ്റർ അസംബ്ലി, അതായത് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, കാരണം ഇപ്പോൾ പല വാഹനങ്ങളിലും ഹെഡ്ലൈറ്റിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് പലപ്പോഴും നമ്മൾ ഹൈ ബീം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിന് കാണത്തില്ല. പക്ഷേ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന നല്ലൊരു പോയിൻ്റാണ്. കാരണം പല വാഹനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നല്ല കൃത്യമായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഡിസൈനും എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. പക്ഷേ ടോപ്പ് വേരിയൻറ്റിലാണെങ്കിൽ പോലും ഇവിടെ LED ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് അവൈലബിൾ അല്ല. നല്ലൊരു കാര്യമാണ്, അതായത് കിടിലൻ കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന LED ഹെഡ്ലൈറ്റ്, അതായത് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആയിക്കോട്ടെ, LED യൂണിറ്റുള്ള ലൈറ്റുകളൊക്കെ വെട്ടം കണക്കാണ്. യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിവിടെ ഗുണം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾക്ക് ഈ ബൾബ് മാറ്റി, അതായത് ഇതിനകത്ത് വരുന്ന ഹാലജൻ ബൾബ് മാറ്റി LED ആക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ്. അതും നമുക്കൊരു പ്രൊജക്ടർ ലൈറ്റ് തന്നെയാണ് കിട്ടുന്നത്. സൈഡിലോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാരാമെട്രിക് ടൈപ്പ് ഒരു ഗ്രില്ലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചെറിയ രീതിക്കുള്ള എയർ കട്ടിങ് ഹോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കാണാനാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സ്ട്രക്ചറാണ്, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യും. കാരണം ഈ ഹോൾസ് ഉള്ളതായിട്ട് നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കും തൊട്ട് താഴെ ഒരു നല്ലൊരു എയർ ഡാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇത് സ്ക്രൂസിൻ്റെ സെയിം ഡിസൈനിൽ കൊടുത്തിരിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുന്ന ഒരു ചാടി നിൽക്കുന്ന ഒരു ഫീലും നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ പറയാൻ പറ്റുന്ന. ഒരു എക്സ്ട്രൻ്റെ മാറ്റി മാറ്റി എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലത്തെ കാഴ്ചയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീൽ ആർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മസ്കുലർ ഷേപ്പ് പോലെയൊക്കെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ മസ്കുലർ ഷേപ്പ് ഇവിടെ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടയറിൻ്റെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സൈസ് വരുന്നത് 175 65 R15 ആണ്. 15 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഇൻഡിക്കേറ്റർ വിത്ത് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. 360 ക്യാമറ ഇവിടെ മിസ്സിംഗ് ആണെന്ന് നമുക്ക് തോന്നും. ശരിയാണ്, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ്, പക്ഷേ കുറേ നല്ല കാര്യങ്ങൾ. ഞാൻ ഈ വാഹനം കുറച്ച് കിലോമീറ്റർ ഏതായാലും ഓടിച്ചു നോക്കിയാൽ എനിക്ക് കണ്ട കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. കാരണം മിറർ ഫോൾഡിങ് ആകത്തില്ല. മിറർ അപ്പം കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, മിറർ ഫോൾഡിങ് ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷേ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിറർ ഫോൾഡ് ആവത്തില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ഈ മിറർ ഒന്ന് ഫോൾഡ് ചെയ്യാണ്. ഈ സ്വിച്ച് ഞാൻ എത്ര ഞെക്കിയിട്ടും, ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കിയൊരു കാര്യമാണ്, ഈ സ്വിച്ച് ഞാൻ എത്ര പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ മിറേഴ്സ് ക്ലോസ് ആകുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ ഒരു സൈഡിലോട്ട് ഒതുക്കിയതിന് ശേഷം ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു. വാഹനം ഏകദേശം ഒന്ന് സ്റ്റോപ്പായി. ഇനി ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ആകുന്നതാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
അൺഫോൾഡ് ആകുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് തന്നെ ഇവർ കൊടുത്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊന്നും ഞാൻ ഒരു ബ്രൗഷറിലും വായിച്ചില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ വന്നു കഴിഞ്ഞൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി. കാരണം ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ റണ്ണിങ് ടൈമിലാണെങ്കിൽ പോലും ഫോൾഡ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് ആകുന്നതാണ്. പക്ഷേ ഇവിടെ ഫോൾഡിങ് നടന്നില്ല. അതെനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എല്ലാവരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി. ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ അൺലോക്ക് ആകത്തില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. കീ ഫോബ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക്ഡാണ്. എനിക്കിതിൻ്റെ ബസർ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ബസർ സൗണ്ട് നമ്മുടെ ഹോണായിട്ട് തന്നെയാണ് കണക്ട്. അതുകൊണ്ട് ആ ഒരു സൗണ്ട് നല്ല അടിപൊളിയാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കീ ഇതിനകത്ത് തന്നെ ഇട്ടിരിക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും സൈഡിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ഭാഗമൊക്കെ വന്ന് ഇവിടെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഗ്ലോസി ഫിനിഷ് ഒരു ഫൈബർ പാർട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഫൈബറാണ്. ഇത് മെറ്റലും ഇത് ഫൈബർ പാർട്ടുമാണ് വരുന്നത്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കിലത്തെ പോർഷനിലോട്ട് നമ്മുടെ ക്വാർട്ടർ പാനലിൽ നിന്ന് നേരെ നമ്മുടെ ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എച്ച് ഷേപ്പ് കാണാൻ സാധിക്കും. അതും കിടുവാണ്. ഞാനത് പാർക്ക് ഇട്ടെന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, ഈ ഒരു എച്ച് ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ രണ്ടും ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഒരു എച്ച് ഷേപ്പ് തന്നെയാണ്. ബാക്കിലും ഈ ഒരു സെയിം ഡിസൈൻ, അതായത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം ഡിസൈൻ തന്നെ രണ്ടും കൂടെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് പോലെ വരുത്താൻ നോക്കുന്നുണ്ട്. ഇവിടെ ഒരു എക്സ്റ്റർ എന്ന് പറയുന്ന ഒരു നെയിം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിയൻറ്റ് SX എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മേളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കും. സൈഡിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ റൂഫ് റെയിൽ, അതും ബ്ലാക്കിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സൺറൂഫ് നമുക്കിവിടെ മേളിൽ കാണാൻ സാധിക്കും. നല്ല കിഡിലൻ സൺറൂഫാണ്. പക്ഷേ ഇതിന് ചെറിയ 2-3 ഡ്രോബാക്സും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞത്. ഒരു ചെറിയൊരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. ബാക്കിൽ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഡിഫോഗസ്, വൈപ്പർ, വാഷർ സ്പ്രേ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് പോയി കഴിയുമ്പോൾ താഴെ നല്ലൊരു സ്കിഡ് പ്ലേറ്റ് കാണാൻ സാധിക്കും. നല്ല ഡിഫ്യൂസർ പോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി യൂണിറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 റിയർ പാർക്ക് സെൻസേഴ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിലെല്ലാം 4 റിവേഴ്സ് സെൻസർ വരുമ്പോൾ ഇവിടെ 2-നകത്ത് ഒതുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ലൈസൻസ് ലാമ്പും ഇവിടെ വരുന്നുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 391 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അതല്ലാതെ നമ്മുടെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. നമുക്ക് നോർമൽ റിമ്മാണ് വരുന്നത്. അലോയൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. സ്പെയർ വീലായിട്ട് ഒരു ലൈറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് LED കൂടെ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. ബൾബ് മാറ്റിയാൽ മതി, കുഴപ്പമില്ല. ഒരു പാർസൽ ട്രേയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേരിയൻസും അറിയാൻ സാധിക്കും. ഏതൊക്കെ വേരിയൻറ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നതെന്നും കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ആദ്യം തന്നെ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന കുറച്ച് സ്വിച്ചസ് ഇതെല്ലാം കോമൺ തന്നെയാണ്. എന്നാലും പെട്ടെന്ന് ഞാനത് പറഞ്ഞു പോയേക്കാം. നമ്മുടെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ലെഫ്റ്റ് ഡൗൺ അപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് മിറർ ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മിറർ ഫോൾഡിങ്. ഇതൊരു പ്രസ് ബട്ടണാണ് വരുന്നത്. ഇതിപ്പോൾ വാഹനം സ്റ്റാർട്ട് അല്ലെങ്കിൽ പോലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡും അൺഫോൾഡും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ഓട്ടോ ഡൗൺ മാത്രം വരുന്നുള്ളൂ, അപ്പ് വരുന്നില്ല. ഓട്ടോ ഡൗൺ 1 ടച്ച് ഡൗൺ വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നോർമൽ മിറേഴ്സാണ്. മിറർ ലോക്ക് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ടോപ്പ് വേരിയൻ്റാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം ഇവിടെ പറയാനില്ല. ഒരു നോർമൽ ഇത് തന്നെയാണ്. സ്പീക്കേഴ്സിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ട്രൈ ഡിസൈൻ പോലെയൊക്കെ തന്നെ വരുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ബോട്ടിൽ ഹോൾഡർ ഇവിടെ താഴെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡീഷണൽ എല്ലാം വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വാഹനത്തിനകത്തോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ കാണാൻ സാധിക്കും നമ്മുടെ AC വെൻ്റാണ്. അതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു കളറ് നമ്മുടെ ബോഡി തീമുമായിട്ട് തന്നെ മാച്ച് ചെയ്യുന്നൊരു ടൈപ്പ് കളർ തന്നെയാണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും 360 ഡിഗ്രി ക്യാമറ ഓർക്കുമായിരിക്കും. പക്ഷേ നമുക്കിവിടെ 360 കിട്ടുന്നില്ല. ബാക്കിലത്തെ ക്യാമറ മാത്രമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ആ ഒരു ക്യാമറയുടെ വ്യൂ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കാണാൻ സാധിക്കും. ഫ്യൂസിൻ്റെ കേസും നമ്മുടെ OB കണക്ടറും കൂടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്യൂസിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലൈറ്റ് കത്തുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്. ബാക്കിയുള്ള പെഡൽസ് നമുക്ക് കാണാൻ സാധിക്കും. AMT വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെഡൽസ് ഒരു ഇച്ചിരി സ്പോട്ടി ആയിട്ട് തന്നെ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഈ കാണുന്ന രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു മാനുവലാണ്. കാരണം ഞാൻ കൂടുതലും മാനുവലാണ് സജസ്റ്റ് ചെയ്യുന്നത്. AMT കുഴപ്പമുണ്ടെന്നല്ല, AMT അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഇന്നൊരു മാനുവൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മാനുവൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. കാരണം ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട്
വ്യക്തമായിട്ട് ഇതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് വരുന്ന MIDയുടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സ്റ്റീരിയോയുടെ സെറ്റിംഗ്സും വോയിസ് കൺട്രോൾ, വോളിയം കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഏകദേശം 2278 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ആണ്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡ്രൈവർ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആദ്യം പറയുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ഫില്ലിയർ ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ കാണാൻ സാധിക്കും. ആദ്യം തന്നെ മീറ്ററിനകത്ത് ചെറിയൊരു TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 4.2 ഇഞ്ചിൻ്റെ ചെറിയൊരു MID ആണ് കിട്ടുന്നത്. റൈറ്റിലും ലെഫ്റ്റിലും ഡിജിറ്റൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ മീറ്റേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണെന്ന് വെച്ചാൽ വെട്ടം കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്, റിയർ വാഷർ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്റർമിറ്റൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്റർമിറ്റൻ്റെ സ്പീഡ് ഏത് കൺട്രോൾ ചെയ്യണമെന്നുള്ള ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. താഴോട്ട് താത്താൽ മതി. ഫ്രണ്ടിലത്തെ സ്പ്രേ വർക്ക് ചെയ്യാൻ വേണ്ടി മേളിലോട്ടും ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു 8 ഇഞ്ചിൻ്റെ നല്ലൊരു HD ഡിസ്പ്ലേ വരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും കിഡിലിനാണ്. എല്ലാ ഫീച്ചേഴ്സ്, അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന്, ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഈ സ്വിച്ചിൻ്റെ ഒരു എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയല്ല. അതായത് നമ്മളിവിടെ പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ പ്രസ്സിങ് നടക്കത്തില്ല. ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ചസ് വരുന്നത്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്താലേ ഇത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ മീഡിയ എടുത്തു. മീഡിയയ്ക്കകത്ത് എല്ലാം കാര്യങ്ങളും ഇതിനകത്ത് സൗണ്ട് ഓഫ് നേച്ചർ ഉണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഒരു 8 സൗണ്ടോളം നമുക്ക് നേച്ചറുണ്ട്. അതായത് നമുക്ക് ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് മൂഡ് ഓഫാണ്, നമ്മളിപ്പോൾ ഒരു മൂഡ് ഔട്ട് അല്ലെങ്കിൽ നല്ലൊരു മൂഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സൗണ്ട് കേൾക്കണമെന്നുണ്ട് ആ സൗണ്ട് നമുക്ക് ഇതിനകത്ത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ റിലീജിയസ് പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ചെറിയൊരു മ്യൂസിക് എവിടെന്നെങ്കിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ AC വണ്ടി ഇത് കുറച്ച് ഓടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് എവിടേക്കോ കോമൺ ആയിട്ട് കണ്ട കുറേ വലുതായതുപോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. തൊട്ട് താഴെ നമുക്ക് ഓട്ടോ ക്ലൈമറ്റിൻ്റെ AC കാണാൻ സാധിക്കും. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ ഓട്ടോ തന്നെയാണ്, ഓട്ടോ വേണം, അങ്ങനെ ഒരു ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും താഴെ നമുക്കൊരു USB-യുടെ പോർട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുന്ന USB ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു USB-C ടൈപ്പ് ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അപ്പം ഈ ചാർജിങ് പോർട്ടിലെ ഒരു ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു USB കണക്ട് ചെയ്ത് ഇവിടെയും ചാർജ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഇവിടെയും ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ചാർജിങ് പാഡ് പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിങ്ങനെ ഊരിയെടുക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. അതെ, ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ്. അതായത് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണലായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൽ പോലും വളരെ വൃത്തിയായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസ് വേരിയൻറ്റ് തന്നെയാണ്. ഇതിന് വയർലെസ് ചാർജറോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. നോർമൽ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു പാഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താവുന്നത് ഒരു ടോപ്പ് വേരിയൻ്റ് ആകുന്ന രീതി. അതായത് നിങ്ങൾ മേടിക്കുന്ന എക്സ്ട്രോറിലൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഷേപ്പിന് തന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇതിവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് പാഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു മാനുവൽ 5 സ്പീഡ് ഗിയർ ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ്. ഈ കപ്പ് ഹോൾഡേഴ്സിൽ എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഒരെണ്ണം വലുതും ഒന്ന് ചെറുതും. അതായത് ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലും വെക്കാം, 1 ലിറ്ററിൻ്റെ ബോട്ടിലും വെക്കാം. സൈഡിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും കാണാൻ സാധിക്കും. ഇപ്പം എല്ലാ സീറ്റിലും നമുക്ക് സീറ്റ് ബെൽറ്റയിലും നമുക്ക് അലേർട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് വയേഴ്സൊക്കെ വരുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ടിൽറ്റ് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മേലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൺവൈസർ കാണാൻ സാധിക്കും. വേറെ പ്രത്യേകിച്ചൊന്നും ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതൊരു മോശമായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നമുക്ക് 2 റീഡിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. റീഡിംഗ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്യുന്ന രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺ റൂഫ് അവൈലബിൾ ആണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺ റൂഫിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രൈവർക്ക് നല്ല രീതിക്ക് ആക്സസ് ആണ്, കോ ഡ്രൈവർക്ക് നല്ല രീതിക്ക് ആക്സസ് ആണ്. പക്ഷേ ബാക്കി ഇരിക്കുന്നവർക്ക് അത്ര ഒരു ആക്സസ് അല്ല. ഞാൻ ബാക്കിലോട്ട് വരുമ്പോൾ അതിൻ്റെ കാര്യം പറയാം. ഇനി എനിക്ക് ഇതിനകത്ത് ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കൂടെ ഉണ്ട്. അതായത് വോയിസ് കമാൻഡ് വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് സൺ റൂഫ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ
ഗസ്റ്റ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ചായയുടെ ഗ്ലാസ് കഴിവെക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ തന്നെ അത് അടയ്ക്കണം. അതേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഏതായാലും ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഏതായാലും കോ പാസഞ്ചർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഓക്കെ, അങ്ങനെ സീറ്റിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോയേക്കും. സീറ്റിൽ ഫാബ്രിക്കാണ് ഫ്രണ്ടിൽ വരുന്നത്, സൈഡിലൊക്കെ ലെതറും കൂടെ കൂടിയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വരുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു കളർ തീം നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അതും ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഫാബ്രിക് സീറ്റ് വരുന്നുള്ളതുകൊണ്ട് ഹീറ്റ് വളരെ കുറവേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ലെതർ സീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എക്സ്ട്രാ എന്നുള്ള നല്ലൊരു എഴുത്തും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓവറോൾ നല്ലൊരു ടെക്സ്ചറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു കളർ ആയതുകൊണ്ട് ചെളി പിടിക്കുമെന്നും പേടിക്കണ്ട. നമ്മുടെ കോ പാസഞ്ചർ സീറ്റിലോട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ് അമ്മീ കാലിലോട്ട് ഇടിച്ച്. ഓക്കെ, പുറത്തോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇപ്പം പ്രശ്നമില്ല. എന്നാലും എനിക്ക് അങ്ങനെ ഒത്തിരി ഓക്കെയാണെന്ന് തോന്നിയില്ല. ബാക്ക് വരെ ഏതായാലും പോയില്ല. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല, വലിയ കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വേണമെങ്കിൽ ഓഫ് ചെയ്യാം, വേണമെങ്കിൽ ഓൺ ചെയ്യാം. അങ്ങനെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എനിക്കിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും അടിപൊളി തന്നെയാണ്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത് നമ്മുടെ റിയർ വ്യൂ മിററാണ്. ഇത് മാനുവലി അഡ്ജസ്റ്റിംഗ് ആണ് വരുന്നത്. അതായത് ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ ഈ മിററിന് വരുന്നില്ല. പക്ഷേ ഇതിന് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. SOS ഫീച്ചർ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിക്ക് ടോ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഉണ്ട്. നമുക്ക് അവരായിട്ട് ഡയറക്റ്റ് ടോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് ഡാഷ് ക്യാം വരുന്നുണ്ട്. കാരണം ഡാഷ് ക്യാം വരുന്ന വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ ഔട്ട്സൈഡും ഇൻസൈഡും റെക്കോർഡിങ് നടക്കുന്ന ഒരു ഡാഷ് ക്യാം. അതായത് പുറത്തെ വിഷ്വൽസും നമുക്ക് കാണാൻ സാധിക്കും, അകത്തെ വിഷ്വൽസും നമുക്ക് കാണാൻ സാധിക്കും. അകത്തെ വിഷ്വൽസും സൗണ്ടും കാര്യങ്ങളൊക്കെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ തന്നെ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. നമുക്കിത് പവർ ഓഫ് ചെയ്യണമെങ്കിൽ പവർ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ടൈം ലാപ്സ് ഓൺ ചെയ്യാം. സൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒരുപാട് സെറ്റിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഞാൻ പറയും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കുറ്റം പറയണമല്ലോ. കാരണം ഒന്ന് കിട്ടുമ്പോൾ അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്കിലും കൂടെ ഒരു ക്യാമറ ഇവർക്ക് കൊടുക്കാമായിരുന്നു. ഇതിനകത്തുള്ള റെക്കോർഡിങ്ങിനെ കഴിഞ്ഞും നല്ലതെന്ന് എനിക്ക് തോന്നി. പേഴ്സണലായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാരണം പലരും പറയും അകത്തെ റെക്കോർഡിംഗ് ഒക്കെ നല്ലതാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണാൻ പറയാമെന്നൊക്കെ പറയുമെങ്കിൽ പോലും ഫ്രണ്ട് ആൻഡ് ബാക്ക് കിട്ടുമായിരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇതിനകത്തെ റെക്കോർഡിങ്ങിന് പകരം ആ ഒരു ക്യാമറ ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ സൂപ്പർബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ സജഷനും കൂടെ കൊടുക്കുക. ഏതായാലും ഇവിടെ ഇരിക്കുമ്പോൾ ഓവറോൾ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഒരു വലിയൊരു വാഹനം എന്ന് പറയാൻ പറ്റില്ല. ഒരു നോർമൽ ഒരു ഫാമിലി വെഹിക്കിൾ എന്ന് തന്നെ നമുക്ക് 100% പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് എക്സ്ട്രാ. കാരണം ഇതൊരു ഫാമിലി വെഹിക്കിൾ ആണ്. ഒരു SUV എന്ന് ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. മൈക്രോ SUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, അതായത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ഗുണം ഞാൻ ഫ്രണ്ട് വരുമ്പോൾ പറഞ്ഞാൽ. ഏതായാലും ഇപ്പം നമുക്ക് തൽക്കാലം ബാക്കിലോട്ട് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ സീറ്റിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഒന്ന് ഇരുന്നപ്പം. അതിൻ്റെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ ഈ ഒരു സീറ്റ് നിങ്ങൾക്കറിയാം ഒത്തിരി ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടത്. അപ്പോൾ അങ്ങനെ ബാക്കിലോട്ട് ഇറക്കിയിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗ്ലോ ബോക്സ് എൻ്റെ കാലിൽ മുട്ടാതിരിക്കാനാണ്. പക്ഷേ എനിക്ക് അവിടെ ഇരിക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ടും എനിക്ക് എൻ്റെ ലെഗ് റൂം വലിയ പ്രശ്നമില്ല. ഇവിടെ വന്ന് ചെറിയ രീതിക്ക് തട്ടുന്നു എന്നല്ലാതെ വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഈ ഒരു സീറ്റ് മര്യാദയ്ക്ക് ഇട്ടേച്ച് ഞാൻ ബാക്കിലോട്ട് വരാം. അങ്ങനെ ഞാൻ ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ട് മര്യാദയ്ക്ക് ഇറക്കിയിട്ടു. ഒത്തിരി ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ടില്ല. എനിക്ക് ഫ്രണ്ടിൽ നല്ല കംഫർട്ടബിളായിട്ടിരിക്കാം. ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയും എനിക്കിപ്പോൾ കംഫർട്ടബിളായിട്ടിരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സീറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ചുമ്മാ പറയുന്നില്ല. കാരണം തൈ സപ്പോർട്ടാണെങ്കിലും കാല് താത്തി നല്ല നിരപ്പായിട്ട് വെക്കാൻ സാധിക്കുന്നുണ്ട്. തൈക്കൊരു സപ്പോർട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഭയങ്കര സംഭവമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു ഓക്കെ തൈ സപ്പോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നൊരു കാര്യം, ഈ ഒരു വാഹനത്തിൽ 2 പേരെ കൺസേൺ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ബാക്കിൽ ഇരിക്കുന്ന 2 പേരെ മാത്രം. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണെങ്കിൽ പോലും നല്ല വലിയ സൈസുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് അത്യാവശ്യം, 3 പേർക്ക് കഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചെന്ന് പറഞ്ഞ് ഇരുന്ന് പോകാൻ സാധിക്കുമെന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞത്, അതെ ഡ്രൈവർ സീറ്റ് നിങ്ങൾക്ക് കാണാം, കോ ഡ്രൈവർ സീറ്റ് കാണാം. ഇവിടെ ഒന്നും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. പക്ഷേ ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, വോട്ടെവർ ഇറ്റ് ഈസ്. അത് ഒരു കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റു സൈഡിലൊരു പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. താഴെ ഒരു 12 വോൾട്ട് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റ് അല്ല,
ഫുള്ളായിട്ട് മറിച്ചിടണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം അതൊന്ന് മാറ്റിപ്പിടിക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് മാത്രമല്ല, ബാക്കി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൺ റൂഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇരുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ തലപ്പുറത്തോട്ട് ഇടാൻ സാധിക്കത്തില്ല. അങ്ങനെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാമെന്നല്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ഇത് ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ കുറേ കൂടെ നമ്മൾ അങ്ങോട്ട് കയറി നിന്നാൽ മാത്രം കാണാൻ സാധിക്കത്തുള്ളൂ. അതൊരു ചെറിയൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 3 സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റൂഫ് ലൈറ്റ് കാണാൻ സാധിക്കും. റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല, റൂഫ് ലൈറ്റ് മാത്രം അവൈലബിൾ ആണ്. 2 റെയിൽസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ എയർ ബാഗ് യൂണിറ്റ് കാണാൻ സാധിക്കും. അതായത് ഇതൊരു 6 എയർ ബാഗ് വരുന്ന വാഹനമാണ്. ഇതിലെ ബേസ് വേരിയൻറ്റ് തൊട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, 2 പില്ലേഴ്സ്, 2 സീറ്റിലും എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സീറ്റും കൂടെ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഏരിയ നമുക്ക് ലഗേജ് റൂമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 60-40 ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും കൂടെ ബാക്കി വേണമെങ്കിൽ ഇരിക്കായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കൂട്ടിലൊരു നെഗറ്റീവ് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബാഗൊക്കെ താഴെ നിന്നെടുത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെയാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് വെയിറ്റുള്ള സാധനം എന്ന് പറഞ്ഞ് പൊക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമേ എനിക്ക് പ്രത്യക്ഷത്തിൽ ഈ ഒരു വാഹനത്തിൽ നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ടൈമിൽ ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയാം. കാരണം ഞാനിപ്പോൾ രാവിലെ തന്നെ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഓടിച്ച് നോക്കി. അന്നേരം എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് മാത്രമേ എനിക്ക് കോമൺലി ഒരു നെഗറ്റീവായിട്ട് പറയാൻ തോന്നിയുള്ളൂ. നമ്മൾ വാഹനത്തിനകത്ത് വെച്ച് പറഞ്ഞൊരു മെയിൻ കാര്യം ഇപ്പം കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂമാണിത്. ഇതൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിനാണ് നമുക്കിവിടെ വരുന്നത്. അതായത് ഇതിന് ടർബോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പവർ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ രീതി, പിന്നെ ഹുണ്ടായുടെ വാഹനം യൂസ് ചെയ്തിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊരു അഗ്രസീവ് എൻജിൻ അല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഒരു നോർമൽ എൻജിൻ തന്നെയാണ്. i10 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന കാപ്പ എൻജിൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു എൻജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സിലിണ്ടറാണ്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിൽ 4 സിലിണ്ടർ വളരെ ചുരുക്കമാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് അത്രയും കൂടെ വില കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ 4 സിലിണ്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയായിരിക്കും 3 സിലിണ്ടർ ആയാലും ഇപ്പോൾ എന്താ പ്രശ്നം? ഭയങ്കര പ്രശ്നം. വൈബ്രേഷൻസ് കൂടുതലാണ്. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. നിങ്ങളൊരു 4 സിലിണ്ടർ വാഹനം, ഈ വാഹനം എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, ഒരു 4 സിലിണ്ടർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, വാഹനത്തിലിരിക്കുക, ജസ്റ്റ് എൻജിൻ റൂം ഇതുപോലെ തുറന്നു വെച്ചും ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കൈപിടിച്ച് നിന്നാലും മതി, വളരെ കൃത്യമായിട്ടത് മനസ്സിലാവും. എന്നാൽ ഒരു 4 സിലിണ്ടർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ വളരെ കുറവായിരിക്കും. അതിലെനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. അതിൻ്റെ 3 സിലിണ്ടർ സെഗ്മെൻറ്റും 4 സിലിണ്ടർ സെഗ്മെൻറ്റും ഒന്ന് ജസ്റ്റ് നോക്കുക. 3 സിലിണ്ടറിൽ നല്ല രീതിക്ക് വൈബ്രേഷൻ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. 3 and 4 സിലിണ്ടറിൻ്റെ ഡിഫറൻസും അതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോട്ടവർ ഇറ്റ് ഈസ്, നമുക്കതങ്ങ് വിട്ടേക്കാം. നമുക്ക് ഇതിലോട്ട് വരാം. ഏതായാലും തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാം നല്ല ഇൻസുലേറ്റഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു K 1.2 ലിറ്റർ എഞ്ചിനാണെന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇഗ്നൈറ്റേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ വിസിബിളാണ്. നമുക്കൊരു 4 സിലിണ്ടറാണെന്ന് കാണാൻ വേണ്ടി 1, 2, 3, 4 വളരെ വ്യക്തമായിട്ട് അതും കാണാൻ സാധിക്കും. ഓൾട്ടർനേറ്റർ അസംബ്ലിയും കാര്യങ്ങളൊക്കെ മേളിലാണ് വരുന്നത്. ഓവറോൾ ഓക്കെ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്യാപ്പ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മോഡൽ ബൾബ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊരു LED ഹെഡ്ലൈറ്റ് ആകുകയും ചെയ്യും. പിന്നെ ബാറ്ററി യൂണിറ്റ്, ഫ്യൂസ്, കേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാതൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് നോക്കിയിട്ട് ഏത് ഫ്യൂസാണ് പോയത് അല്ലെങ്കിൽ ഏതാണ് വർക്ക് ചെയ്യാതെ വരുന്നത് ആ ഫ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് സൺറൂഫ് ഓപ്പൺ ആവുന്നൊന്ന് കാണാം. യെസ്, കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ പൊങ്ങി. ഹായ്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിൽ പ്രാക്ടിക്കൽ അല്ല കേട്ടോ. ഓക്കെ, സപ്പോസ് ഞാൻ ഈ വാഹനത്തിൻ്റെ സൺ റൂഫ് അടയ്ക്കാൻ മറന്നുപോയി. ഇതേണ്ടേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ സൺ റൂഫ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് സൺ റൂഫ് ഓപ്പൺ ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ സൺ റൂഫ് ഓപ്പൺ ആണെന്ന് നിങ്ങൾ കണ്ടു. ഞാൻ ഈ വാഹനത്തിൻ്റെ സൺ റൂഫ് അടയ്ക്കാൻ മറന്നുപോയി. ഞാൻ ഈ താക്കോലുമായിട്ട് ഇറങ്ങി ഡോർ അടച്ചു. ഞാൻ ഈ വാഹനം ലോക്ക് ചെയ്യുകയാണ്. നോക്കണം, ഇപ്പം നിങ്ങളെല്ലാം ഓർത്തില്ല ഇത് അടഞ്ഞെന്ന്. ചുമ്മാതെയാണ്, ഒരു കാര്യമില്ല, അതെ തുറന്ന് തന്നെ കിടക്കും.
ഓക്കെ, ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സൺറൂഫൊക്കെ ഉള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സൺറൂഫ് ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അകത്ത് മുഴുവൻ വെള്ളം ഇറങ്ങി നിങ്ങൾക്ക് തന്നെ പണി കിട്ടുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും രീതിക്ക് നാളെ ഒരു വെള്ളം ഇറങ്ങി വല്ലതും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാറണ്ടിയും കിട്ടത്തില്ല, അത് ഓർത്തോണം. അതുകൊണ്ട് വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നതിന് മുമ്പ് ഇടയ്ക്ക് ക്ലസ്റ്റർ മീറ്റർ ഒന്ന് നോക്കിക്കോണം. ഡോർ മാത്രമല്ല, വേറെ എന്തെങ്കിലും റെഡ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവനെയും കൂടെ ഒന്ന് അടച്ചേക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പോൾ ഇത് അടച്ചിട്ട് അടയുന്നില്ല കണ്ടോ. അത് അടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കണം. ഇനി അത് അടഞ്ഞോളും. അത് അടഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം മറക്കരുത്. ഏത് വാഹനം നിങ്ങൾ യൂസ് ചെയ്താലും അടച്ചോണം. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്ന വാഹനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പേടിക്കേണ്ട. പക്ഷേ ഇതുപോലത്തെ വാഹനത്തിലൊക്കെ കയറുമ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ടയർ പ്രഷറിൻ്റെ ഇത് നമുക്ക് കൃത്യമായിട്ട് വാഹനം ഓടിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര കിലോമീറ്റർ ഫ്യൂൽ റേഞ്ച് കിട്ടുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫ്യൂൽ എം ടി ആയിരിക്കരുത്. മീൻസ് ഇതിപ്പോൾ ഒരു ഒറ്റ കട്ടേ ഉള്ളൂ, അത് കയറിയാൽ മാത്രം കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാഹനം ലാസ്റ്റ് ഫ്യൂൽ ഫില്ല് ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു കാര്യമാണ് കോമ്പസും നമുക്കിവിടെ വരുന്നുണ്ട്. ഏതായാലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അത്യാവശ്യം വേണ്ട കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ലാംഗ്വേജ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റീരിയോയ്ക്ക്. ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കില്ല, അത് വേറൊരു കാര്യമാണ്. അത് എടുക്കുന്ന സമയത്ത് എല്ലാം വേണമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ പല ഫീച്ചേഴ്സും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് എടുക്കാം. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു അഭിപ്രായം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫാൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കട്ടെ, ലോ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒന്ന് എടുക്കാം. ഏതായാലും ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ വളരെ പതുക്കെ എടുക്കുന്നുള്ളൂ. ശരിക്കും ഒരു 4 സിലിണ്ടർ വാഹനം ഓടിക്കുന്നതിൻ്റെ നല്ല ഫീല്. കാരണം ഈ 4 സിലിണ്ടർ ഞാൻ എടുത്തെടുത്ത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല. കാരണം 4 സിലിണ്ടർ വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ വാഹനത്തിൻ്റെ ക്ലച്ചിൽ നിന്നും കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വാഹനം ഒരു വൈബ്രേഷൻ പോലും കൂടാതെ നമുക്ക് ഓടിക്കാൻ സാധിക്കൂ എന്നുള്ളത് ഒരു 4 സിലിണ്ടറിൻ്റെ മാത്രം അഡ്വാൻറ്റേജ് ആണ്. അത് 4 സിലിണ്ടർ മാത്രമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഞാൻ 3 സിലിണ്ടർ വെച്ചാണ് പറയുന്നത്, അത് ഓർത്തോണം. അല്ലാതെ ബാക്കി 6, 8 ഒക്കെ ഉള്ള ആൾക്കാർ പറയരുത് പ്ലീസ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. കാരണം ഈ ഒരു വാഹനത്തിന് 4 സിലിണ്ടർ ആണെങ്കിലും ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഈ ഒരു കാര്യം വൈബ്രേഷൻ എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ഫീൽ ചെയ്യത്തില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ലൊരു വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ എല്ലാം എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എടുത്ത് പറയുന്നൊരു കാര്യമാണ് ഒരു 4 സിലിണ്ടർ വാഹനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ മൈലേജ് റിലേറ്റഡ് ആയിട്ട് ചെറിയൊരു രീതിക്ക് കുറവ് വരുമെങ്കിൽ പോലും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യത്തില്ല. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് ഫ്യൂൽ എഫിഷ്യൻസി 3 സിലിണ്ടറിനെ കഴിഞ്ഞും നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു 4 സിലിണ്ടർ വാഹനത്തിന്. അതിന് നോ ഡൗട്ടാണ്. ഏതായാലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്ത് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഞാൻ ഏതായാലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മര്യാദയ്ക്ക് ഓടിച്ചപ്പോൾ ഏകദേശം ഒരു 20 അടുപ്പിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. 30 വരെയൊക്കെ പോകുന്നുണ്ട്. അത് കാര്യമാക്കേണ്ടത് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കിട്ടുന്നത്. ഇപ്പം ഞാനിപ്പം ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു 20 + 30 മുട്ടുന്ന രീതി ആയി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു റോഡ്, നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് ഒന്ന് ഗെയിൻ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഒരു കുത്തനെയുള്ളൊരു കയറ്റം ഞാനൊന്ന് കയറ്റി നോക്കിയായിരുന്നു. എനിക്ക് കയറിയ സമയത്ത് വേറെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. അമ്മാതിരി അടിപൊളി. അത് ഒരു 4 സിലിണ്ടറിൻ്റെ തന്നെ ഗുണമാണ്. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയും. ഇപ്പോൾ DRL ഓൺ ആണ്, എന്നാൽ ഞാൻ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഡോറ് തുറന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കാം, ഞാനിപ്പോൾ ഡോറ് തുറന്ന് ഇറങ്ങി. വാഹനം ഇപ്പോൾ ഓഫ് കണ്ടീഷൻ അല്ല, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഈ ലൈറ്റ് ഓഫ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ DRL നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞ് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടാൽ പോലും DRL ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നുണ്ട്. ഒരു നോർമൽ റോഡിൽ കൂടെ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയും കിലോമീറ്റർ, ഏകദേശം ഒരു 32 കിലോമീറ്ററോളം ഞാൻ ഈ വാഹനം ഓടിച്ചു. ഇതിലെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രൈവ് കംഫോർട്ട് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്നൊരു സെലീറിയാണ്, വാഗണാർ യൂസ് ചെയ്യാറുണ്ട്, സ്വിഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഈ വാഹനങ്ങളെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഓരോ പീസായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട്, പവർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അഗ്രസീവ് പവർ അല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നാൽ ഒരു ഡ്രൈവിങ്ങിൽ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് വിത്തൗട്ട് വൈബ്രേഷൻ എന്നുള്ള രീതി പറയാം. കാരണം സെലീറിയോയിൽ നമുക്കത് പറയാൻ പറ്റില്ല, ഒരു 3 സിലിണ്ടർ വാഹനമാണ് വരുന്നത്. എന്നാൽ ഒരു 4 സിലിണ്ടർ വാഗണാർ അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പവർ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഇല്ലായ്മ കാര്യങ്ങളൊക്കെ. പിന്നെ വാഗണാറിൻ്റെ ഒരു ഏകദേശം, കാരണം വാഹനത്തിലോട്ട് കയറി ഇരിക്കാനും ഒരു അപ്രൈറ്റ് പൊസിഷനിലേക്ക് ഇരിക്കാനും സാധിക്കും, കയറാനും ബുദ്ധിമുട്ട് വരുന്നില്ല. ആ സ്ഥാനത്ത് സ്വിഫ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം തന്നെയാണ് കിടു. കാരണം കയറി ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്, കൃത്യം ഒരു വാഗണാറിൻ്റെ കാര്യം പറയുന്നത് പോലെ. ഇനി നമുക്കൊരു മോഷൻ റോഡിലും കൂടി ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം എന്നും കൂടെ അറിയാൻ സാധിക്കും.
ഒരു ഓക്കെ തന്നെയാണ് കേട്ടോ. ഒരു എനിക്ക് പ്രത്യക്ഷത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു കംഫോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നല്ല കംഫോർട്ട് ലെവൽ കിട്ടുന്നുണ്ട്. ഇതിനെ എനിക്കൊന്ന് മാച്ച് ചെയ്യിക്കാൻ പറ്റുന്നത് ഒരു വാഗണാർ സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഒരു കംഫോർട്ട് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്, റിജിഡ് അല്ല, ഒത്തിരി സ്മൂത്തും അല്ല, ഒരു ഇടയ്ക്ക് നിൽക്കുന്ന പൊസിഷനും അല്ല, സ്മൂത്തിലോട്ട് തന്നെയാണ് കൂടുതലും നമുക്ക് നിൽക്കുന്നത്. അതായത് നമുക്ക് വാഹനത്തിനകത്തിരുന്നിട്ട് ഇതുപോലത്തെ ഒരു മോശപ്പെട്ട വഴി കൂടെ പോയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചാട്ടവും ഇല്ല. പിന്നെ സീറ്റിൻ്റെയൊക്കെ കാര്യം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സീറ്റ് കംഫർട്ടബിൾ ആണെങ്കിൽ തന്നെ പകുതി സസ്പെൻഷൻ്റെ ഷോക്ക് നമ്മുടെ സീറ്റ് എടുത്തോളൂ. അതും ഒരു കാര്യമാണ് കേട്ടോ, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പക്ഷേ ഓവറോൾ എനിക്ക് സീറ്റിംഗ് രീതി കൊള്ളാം. ഈ സൈഡിലത്തെ ഒരു ബോൾസ്റ്ററും കാര്യങ്ങളൊക്കെ ആ ഒരു പിടുത്തം അത്രയും ഓക്കെ അല്ല, എന്നാലും ഒരു ആവറേജ് സീറ്റ് മാത്രമാണെന്നും പറയാൻ സാധിക്കും. സീറ്റ് ഹൈറ്റ് ഞാനിപ്പോൾ ഏറ്റവും കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഫ്രണ്ടെല്ലാം കാണുന്ന രീതിക്ക് തന്നെയാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. ഏതായാലും എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വാഹനം തിരിക്കുന്നതിനനുസരിച്ച് എവിടം വരെ ചെല്ലുമെന്ന് വളരെ കൃത്യമായിട്ട് ആ മൂവിങ് ലൈൻസിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒരു സ്പീഡ് ടെസ്റ്റും കൂടെ നടത്തിയേക്കാം. ഒരു 0 to 100 കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് ഗിയറിൽ മാക്സിമം ഞാൻ ആർക്കും കയറ്റി. സെക്കൻഡിൽ ഞാനൊരു 5000 RPM കയറ്റിയപ്പോൾ 73, 80 എത്തി. മൂന്നാമത്തെ ഗിയറിൽ 4.6, 5000 RPM 100 കഴിഞ്ഞു. ഓ മൈ ഗോഡ്, പൊളി. സ്പീഡ് ടെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻജിൻ റവ് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഗ്രസീവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ റവ് ചെയ്യുന്നത് വരെ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം ഓടുന്നത് പോലെ ഒരു ഫീലും എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളും കൂടെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തേക്ക്. ഇനി അതായിട്ട് സെറ്റ് ചെയ്യാതെ പോകണ്ട. സെറ്റ് ചെയ്തു, സെറ്റ്. 52 കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിക്ക് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ആക്സിലറേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ട് ഓഫ് ആകത്തില്ല. ആക്സിലറേറ്റ് ചെയ്യാം. ആക്സിലറേറ്റ് ചെയ്ത് വാഹനം ഒന്ന് സ്പീഡാക്കി കഴിഞ്ഞതിന് ശേഷം ആക്സിലറേറ്റർ ഒന്ന് കാലെടുത്താൽ തിരിച്ച് 52-ൽ തന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ സെറ്റാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ പോകും. ബ്രേക്കോ ക്ലച്ചോ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി. അപ്പം ഓവറോൾ എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു. ഒരു നോർമൽ ഒരു ഫാമിലി യൂസിന് പറ്റിയൊരു വാഹനം തന്നെയാണ്. ധൈര്യമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും ഒരു ഫാമിലി പർപ്പസിന്. കാരണം ബാക്കിലൊക്കെ ഇരിക്കാനാണെങ്കിൽ ഹെഡ് റൂമിൻ്റെ ഏരിയ ഭയങ്കര കൂടുതലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. കാരണം നല്ല പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും സുഖമായിട്ട് ബാക്കിലോട്ട് ഇരിക്കാൻ സാധിക്കും. അതാണ് പല വാഹനങ്ങളിലും നമ്മൾ മിസ് ചെയ്ത് പോകുന്നൊരു കാര്യം. കാരണം ഇത് ബാക്ക് സൈഡ് കൊണ്ട് കുറച്ചൊന്ന് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ബാക്കിലൊക്കെ പൊക്കമുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റും കൂടെ രേഖപ്പെടുത്തിയേക്കാം.